നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബഹ്റൈൻ. പ്രവാസികൾക്കും സന്ദർശന വിസയിൽ എത്തുന്നവർക്കും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബഹ്റൈൻ. വരാനിരിക്കുന്ന ദേശീയ ബജറ്റിൽ ആരോഗ്യ രംഗത്തെ വികസനങ്ങളുടെയും നവീകരണങ്ങളുടെയും പദ്ധതിയെക്കുറിച്ച് ആവിഷ്കരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇൻഷുറൻസ് നടപ്പാക്കാനും തീരുമാനിക്കുന്നത്. ഏകദേശം 7 ലക്ഷത്തോളം പ്രവാസികൾ ബഹ്റൈനിലുണ്ട്. നിർദ്ദേശപ്രകാരം അവരും അവരുടെ ആശ്രിതരും രാജ്യത്ത് സന്ദർശക വിസയിൽ എത്തുന്നവരും ഇൻഷുറൻസ് ഉറപ്പാക്കണം. സർക്കാർ ആശുപത്രികളിലെ സമ്മർദ്ദം ലഘൂകരിക്കുക, അടിയന്തര വൈദ്യപരിചരണത്തിന് ഉപയോഗിക്കുന്ന ചെലവ് ചുരുക്കുക എന്നിവ മുൻനിർത്തിയാണ് പദ്ധതി നിർദ്ദേശിച്ചത്. കൊയിനോനിയ ക്രിക്കറ്റ് ടൂർണമെന്റ് 2025 പാനിയൽ സ്ട്രൈക്കേഴ്സ് വിന്നേഴ്സും ആർക്ക് ഏഞ്ചൽസ് ബഹ്റൈൻ റണ്ണറപ്പും PYPA ബഹ്റൈൻ റീജിയനും റോസ്വുഡ് കാർപ്പൻട്രി ആൻഡ് ട്രേഡിംഗും സഹകരിച്ച് സംഘടിപ്പിച്ച കൊയിനോനിയ ക്രിക്കറ്റ് ടൂർണമെന്റ് 2025 പെനീനിയൽ സ്ട്രൈക്കേഴ്സ് വിന്നേഴ്സും ആർക്ക് ഏഞ്ചൽസ് ബഹ്റൈൻ റണ്ണറപ്പുമായി മാർച്ച് 30 വൈകിട്ട് 3 മണിക്ക് സിഞ്ചിലുള്ള അൽ അഹ്ലി ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരം നടന്നത്. PYPA ബഹ്റൈൻ റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ സജി പി തോമസ് ഉദ്ഘാടനം ചെയ്ത ടൂർണമെന്റിൽ ബഹ്റൈനിലുള്ള വിവിധ സഭ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. അഭിഷേക് ആർക്ക് ഏഞ്ചൽസ് ബഹ്റൈൻ ബെസ്റ്റ് ബൗളർ ആൻഡ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എന്നീ സ്ഥാനം കരസ്ഥമാക്കി. അഖിൽ വർഗീസ് പെനിയൽ സ്ട്രൈക്കേഴ്സ് ബെസ്റ്റ് ബാറ്റ്സ്മാൻ എന്ന സ്ഥാനം കരസ്ഥമാക്കി. പാസ്റ്റർ ജോസഫ് സാം, സന്തോഷ് മംഗലശ്ശേരിയിൽ, ജബോയ് തോമസ്, ബിബിൻ മോദിയിൽ എന്നിവർ വിജയിക്കുള്ള ട്രോഫികൾ കൈമാറി. PYPA ബഹ്റൈൻ റീജിയൻ കമ്മിറ്റി മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന PYPA ബഹ്റൈൻ റീജിയൻ വൈസ് പ്രസിഡന്റ് ആൻഡ് ഫൗണ്ടർ മെമ്പറുമായിരുന്ന ജബോയ് തോമസിനുള്ള യാത്രയയപ്പും ഈ അവസരത്തിൽ നടത്തുവാൻ ഇടയായി. മത്സരങ്ങളുടെ ഭാഗമായി സ്വാദിഷ്ടമായ നാടൻ തട്ടുകടകളും ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. മടവൂർ CM സെന്റർ കോറൽ ജൂബിലി ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. ഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച മാതൃക തീർത്ത് സാമൂഹിക സേവന രംഗത്ത് 3.5 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ മടവൂർ CM സെന്റർ കോറൽ ജൂബിലി ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. CM സെന്റർ ബഹ്റൈൻ കമ്മിറ്റി മനാമ സുന്നി സെന്ററിൽ സംഘടിപ്പിച്ച സംഗമം KC സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 11, 12, 13 തീയതികളിലായാണ് മടവൂർ CM സെന്റർ കോറൽ ജൂബിലി സമ്മേളന ഭാഗമായി നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും മടവൂർ ആണ്ട് നേർച്ചയും സംഗമത്തിന്റെ ഭാഗമായി നടന്നു. ICF നാഷണൽ നേതാക്കളായ അബൂബക്കർ ലത്തീഫി, MC അബ്ദുൽ കരീം, ഹക്കീം സഖാഫി കിനാലൂർ, ഷിഹാബുദ്ദീൻ സിദ്ദിഖി എന്നിവർ നേതൃത്വം നൽകി. ഷമീർ പന്നൂർ സ്വാഗതവും അബ്ദുൽ സലാം പെരുവയിൽ നന്ദിയും പറഞ്ഞു. BMC ന്യൂസ് ലൈവിൽ ഇനി ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഈദ് രാവ് ഒരുക്കി ബഹ്റൈൻ കേരളീയ സമാജം.
ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ബഹ്റൈൻ കേരളീയ സമാജം ഒരുക്കിയ ഈദ് നിശ ശ്രദ്ധേയമായി. ഏതൊരു വിശേഷവും ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഏവരും ഒന്നിച്ച് ആഘോഷിക്കുന്ന സമാജത്തിന്റെ സമഭാവനയിൽ അധിഷ്ഠിതമായ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രതിഫലനമാണ് ഈദ് ആഘോഷമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള പറഞ്ഞു. ബഹ്റൈനിലെ സംഗീത കൂട്ടായ്മയായ ഗസൽ ബഹ്റൈൻ അവതരിപ്പിച്ച മുട്ടിപ്പാട്ട്, ഒപ്പന, അറബിക് ഡാൻസ്, കോൽക്കളി തുടങ്ങിയ കലാപരിപാടികളോടെ നടത്തിയ ഈദ് നിശയുടെ മുഖ്യ ആകർഷണം പ്രശസ്ത ഗായകൻ ഷാഫി കൊല്ലം അവതരിപ്പിച്ച സംഗീത പരിപാടിയായിരുന്നു. ഈദ് ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന ഔദ്യോഗിക ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഇൻകോ ഡിസൈനിംഗ് മാനേജിംഗ് ഡയറക്ടർ AH നിസാമുദ്ദീനെ സമാജം ആദരിച്ചു. സമാജം ജനറൽ സെക്രട്ടറി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പരിപാടിയുടെ മുഖ്യ പ്രയോജകരമായ സിറ്റി മാക്സ് ഫാഷന്റെ പ്രതിനിധികളായ ജംഷീർ, ജുനൈദ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സമാജം കലാവിഭാഗം സെക്രട്ടറി റിയാസ് ഇബ്രാഹിം, ആഘോഷ കമ്മിറ്റി കൺവീനർ KT സലീം, ജോയിന്റ് കൺവീനർ അൽത്താഫ് അഹമ്മദ്, മറ്റ് ഭരണാംഗങ്ങൾ എന്നിവർ സന്നിധരായിരുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി സമാജത്തിന്റെ സഹകരണത്തോടെ ബഹ്റൈൻ ഷെഫ്സ് പാലറ്റ് സംഘടിപ്പിച്ച റൈസ് ഫ്യൂഷൻ എന്ന പാചക മത്സരത്തിൽ നിരവധി പേർ പങ്കെടുക്കുകയും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. പത്തനംതിട്ട പ്രീമിയർ ലീഗ് സീസൺ 2 മത്സരത്തിൽ വാൻഡേഴ്സ് 11 വിജയികളായി. പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷന്റെ അംഗീകാരത്തോടെ നടത്തിയ പത്തനംതിട്ട പ്രീമിയർ ലീഗ് സീസൺ 2 ബുസൈത്തീൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സമാപിച്ചു. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 65ഓളം കളിക്കാരെ 4 ടീമായിട്ട് തിരിച്ചായിരുന്നു മത്സരങ്ങൾ. അതിൽ സോബിൻ ക്യാപ്റ്റനായിട്ടുള്ള ടീം വാൻഡേഴ്സ് 11 വിജയികളായി. ബിജു മോൻസ് മോഹൻ ക്യാപ്റ്റനായിട്ടുള്ള ടീം PTA ഫൈറ്റേഴ്സ് ആണ് റണ്ണേഴ്സ് അപ്പ്. നിമൽ, വിപിൻ, സനൽ, മുകേഷ്, ലിജിൻ, വിജീഷ് എന്നിവരാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത്. ഫൈനൽ മത്സരത്തിലെ മികച്ച കളിക്കാരനായി ടീം വാൻഡേഴ്സ് 11 അനൂപ് കുമാർ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ടൂർണമെന്റിലെ മികച്ച താരമായും ബാറ്റ്സ്മാനായും PTA ഫൈറ്റേഴ്സിന്റെ ആശിഷ്, മികച്ച ബൗളർ ജിജോ മോൻ വാൻഡേഴ്സ് 11, മികച്ച ഫീൽഡർ അരുൺ രാജു PTA ഫൈറ്റേഴ്സ് തിരഞ്ഞെടുക്കപ്പെട്ടു. വിജയികൾക്ക് അസോസിയേഷൻ പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചേർന്ന് ഉപഹാരങ്ങൾ കൈമാറി. മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്പോർട്സ് കോർഡിനേറ്റർ അരുൺ കുമാർ നന്ദി പറഞ്ഞു. പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ പാക്ട് പുതിയ കമ്മിറ്റിയുടെ സ്ഥാനാരോഹണം വെള്ളിയാഴ്ച നടക്കും. പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ പുതിയ കമ്മിറ്റിയുടെ സ്ഥാനാരോഹണം വെള്ളിയാഴ്ച നടക്കും. 2025-27 വർഷത്തിലേക്കുള്ള കമ്മിറ്റിയാണ് വെള്ളിയാഴ്ച സ്ഥാനമേൽക്കുന്നത്. അതിലിയ കാൾട്ടൺ ഹോട്ടലിൽ വെച്ച് വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പാക്ട് കുടുംബത്തിൽ നിന്നുള്ള 10ാം ക്ലാസ്സിലെയും +2വിലെയും വിദ്യാർത്ഥികളെയും ആദരിക്കും. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി രവികുമാർ ജെയിൻ, ബഹ്റൈൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ ജനാഹി, ബ്രോഡ് ആൻഡ് കോൺട്രാക്ടിംഗ് MD ഡോക്ടർ KS മേനോൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ഡിസ്കോട്ട് ഡയറക്ടർ സജിൻ ഹെൻറി, ഡോക്ടർ പ്രവീൺ, റോയൽ ബഹ്റൈൻ ഹോസ്പിറ്റൽ യൂണിഗ്ര ഡയറക്ടർ സുജ JP മേനോൻ, അമോഹ ഗ്രൂപ്പ് CEO ഖിലർ മുഹമ്മദ്, ഐപോയിന്റ് ജനറൽ അരുൺ ദാസ് എന്നിവർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. ബഹ്റൈൻ കേരളീയ സമാജം ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ഫിലിം വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. ബഹ്റൈൻ കേരളീയ സമാജം ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസി ചലച്ചിത്ര പ്രേമികൾക്കായി ഏപ്രിൽ 3 വ്യാഴാഴ്ച മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ഫിലിം വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നതായി സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പ്രശസ്തനായ ഛായാഗ്രഹനും സംവിധായകനുമായ ശ്രീ സണ്ണി ജോസഫാണ് ഈ ചലച്ചിത്ര പഠനക്കളരി നയിക്കുന്നത്. വ്യത്യസ്തതയുടെ പാതയിലൂടെ ചലച്ചിത്ര കഥകളെ എങ്ങനെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഒരു ഗ്രഹിതകമായ അനുഭവമാക്കാമെന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രായോഗിക ക്ലാസുകളും ചലച്ചിത്ര വിസ്താരവും വിശകലനവും ഈ ശില്പശാലയിൽ ഉൾക്കൊള്ളുന്നതായി സമാജം വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാർ അഭിപ്രായപ്പെട്ടു. സീറ്റുകൾ പരിമിതമാണ്. ആകയാൽ താല്പര്യമുള്ളവർ എത്രയും വേഗം 34020650 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ഫിലിം ക്ലബ് കൺവീനർ അരുൺ R. പിള്ളെ അറിയിച്ചു. വിസ്മയ കേസ് പ്രതി കിരൺ കുമാറിന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ച സുപ്രീം കോടതി. വിസ്മയ കേസിൽ പ്രതി കിരൺ കുമാറിന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ച സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ MM സുന്ദരേഷ്, രാജേഷ് ബിന്ദൽ എന്നിവരുടെ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത്. വിചാരണ കോടതി 10 വർഷം തടവ് ശിക്ഷ വിധിച്ചതിനെതിരെയാണ് കിരൺ കുമാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുന്നില്ലെന്നും വിസ്മയുടെ ആത്മഹത്യയുമായി തന്നെ നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവില്ലെന്നും ഹർജിയിൽ പറയുന്നു. മാധ്യമ വിചാരണ കാരണമാണ് ശിക്ഷിക്കപ്പെട്ടത്. വിചാരണ കോടതി വിധി ഏകപക്ഷീയമാണ്.
തന്നെ മരണവുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവോ രേഖകളോ ഇല്ല. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനും മതിയായ തെളിവില്ലെന്നും ഹർജിയിൽ പറയുന്നു. തെറ്റായ വിചാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെ 10 വർഷത്തേക്ക് ശിക്ഷിച്ചു. ഇതിനകം 4 വർഷം ശിക്ഷ അനുഭവിച്ചുവെന്നും കിരൺ കുമാർ പറയുന്നു. വിചാരണ കോടതി വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ തീരുമാനം വൈകുന്നതോടെയാണ് പ്രതി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഹർജിയിൽ സംസ്ഥാന സർക്കാർ മറുപടി നൽകിയേക്കും. 2021 ജൂണിലാണ് BMS വിദ്യാർത്ഥിനി വിസ്മയ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചത്. തുടർന്ന് വിസ്മയയെ ഭർത്താവ് കിരൺ കുമാർ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ക്രൂരമായി ദ്രോഹിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തി ബന്ധുക്കൾ രംഗത്തെത്തുകയായിരുന്നു. വഖഫ് ബില്ലിൽ പ്രതിഷേധിച്ച് റോഡ് ഉപരോധം. SIO സോളിഡാരിറ്റി നേതാക്കൾ അറസ്റ്റിൽ. വഖഫ് ബിൽ ഭേദഗതി പാസാക്കുന്നതിൽ പ്രതിഷേധിച്ച് മലപ്പുറം കുന്നുമ്മലിൽ ഹൈവേ ഉപരോധിച്ചു. കേന്ദ്ര വഖഫ് ബിൽ മുസ്ലിം വംശഹത്യയുടെ തുടർച്ചയാണെന്ന് SIO സോളിഡാരിറ്റി ജില്ലാ കമ്മിറ്റികൾ പ്രസ്താവിച്ചു. SIO സോളിഡാരിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാത്രി 10 മണിയോടെയാണ് റോഡ് ഉപരോധിച്ചത്. SIO ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസ്ലം പള്ളിപ്പടി, സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് സാബിക് വേട്ടം ഉൾപ്പെടെ 15ഓളം പ്രവർത്തകരെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വത്ത് വിവരം വെളിപ്പെടുത്താൻ ഒരുങ്ങി സുപ്രീം കോടതി ജഡ്ജിമാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഒരുങ്ങി സുപ്രീം കോടതി ജഡ്ജിമാർ സുപ്രീം കോടതി വെബ്സൈറ്റിൽ എല്ലാ ജഡ്ജിമാരുടെയും സ്വത്ത് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുമെന്നാണ് വിവരം. ഏപ്രിൽ 1 നടന്ന ഫുൾ കോർട്ട് യോഗത്തിലാണ് തീരുമാനങ്ങൾ വൃത്തങ്ങൾ അറിയിച്ചത്. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിനെ തുടർന്ന് ജുഡീഷ്യറിയിൽ സുതാര്യതയും സത്യസന്ധതയും സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് സുപ്രധാന നീക്കം. പുതുതായി നിയമിക്കപ്പെടുന്ന ജഡ്ജിമാരും സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തും. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.